മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആരോപണങ്ങൾ സമ്പൂർണ്ണമായി പൊളിയുന്നു. സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി കോ ഡയറക്ടർ സഞ്ജയ് കുമാർ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവരവും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിവരവും താരതമ്യം ചെയ്തപ്പോൾ പിശകുണ്ടായി എന്നാണ് കുറ്റസമ്മതം. ഈ കണക്കുകൾ ഉദ്ധരിച്ചാണ് രാഹുൽ രാജ്യവ്യാപകമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കാഹളം മുഴക്കിയത്. ഇപ്പോൾ അവർ തന്നെ മാപ്പ് പറയുന്നു. CSDSന്റെ കോ ഫൗണ്ടർ നടത്തിയ കുറ്റസമ്മതം രാഹുൽ ഗാന്ധിയുടെ മുഖമടച്ചുള്ള അടികൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇയാൾ ബോധപൂർവം രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് ആദ്യം ഒരു കണക്ക് പുറത്തുവിട്ടു. പിന്നീട് സമയമായപ്പോൾ തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അത് കൈയോടെ പിടിക്കപ്പെടും എന്ന് ബോധ്യമായപ്പോഴാകണം അത് തെറ്റ് ഏറ്റുപറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്യുന്നു സഞ്ജയ് കുമാറും CSDSും എന്ന് വേണം കരുതേണ്ടത്. ഒരുപക്ഷെ ഇത് രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് അവർ നടത്തിയ ഒരു പ്ലാനിംഗ്, ഒരു സ്ട്രാറ്റജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ രാജ്യം മുഴുവൻ ഏതാണ്ട് 12 ദിവസമായി ഈ ആറ്റം ബോംബ് എന്ന ഓലപ്പടക്കം പൊട്ടിച്ച് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടക്കുന്നു. പ്രിയങ്ക ഗാന്ധി മിൻഡാദേവി എന്ന ടീഷർട്ട് ധരിച്ച് കളത്തിലിറങ്ങുന്നു. ലക്നൗ സ്വദേശിയായ ഒരു വ്യക്തി, അയാൾക്ക് 4 സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്ന പ്രചാരണം നടത്തുന്നു. ഒരു സന്യാസി ശ്രേഷ്ഠന് അവരുടെ ആശ്രമത്തിലെ ആളുകളുടെ വോട്ട് അത് അയാൾക്ക് 100 മക്കളുണ്ട് എന്ന് പറഞ്ഞു പരത്തുന്നു. ഇങ്ങനെ പല വാദങ്ങളും ഉയർത്തിയാണ് ഇവർ മുന്നോട്ട് പോയത്. ഇത് പാളിപ്പോയി എന്ന് തോന്നിയ ഘട്ടത്തിലായിരിക്കണം, അത് പിടികൂടപ്പെടും എന്ന് തോന്നിയ ഘട്ടത്തിലായിരിക്കണം ഇപ്പോൾ സഞ്ജയ് കുമാർ മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നത്. സോറി